അപ്പോൾ ജബ്ബാർ പറയുന്ന ബനു നദീറിൻ്റെ പ്രശ്നം എന്താണ്? ബനു നദീർ മക്കയിലെ മദീനയിലെ ഒരു ജൂത ഗോത്രമാണ് ബനു നദീർ. ഈ ബനു നദീറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മദീനയിലെ ജൂതന്മാരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കരാറുണ്ടാക്കിയിരുന്നു. ആ കരാറിൻ്റെ ഒരു വ്യവസ്ഥയാണ് ഈ രക്തധനം നൽകേണ്ടി വരുമ്പോൾ, അതായത് ആരെങ്കിലും ഒരാൾ കൊന്നു, അതിൻ്റെ പേരിൽ ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമ്പോൾ അത് പരസ്പരം സഹായിച്ചുകൊണ്ട് രണ്ടു കൂട്ടരും, മുസ്ലിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളും മറുഭാഗത്തുള്ള ജൂതന്മാരും ഒക്കെ അതിൽ സഹകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബനു നദീർ ആയിട്ട് സഖ്യം ഉണ്ടായിരുന്ന ബനു ആമിർ എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്, ബനു ആമിർ. ഈ ബനു ആമിർ ഗോത്രത്തിലുള്ള രണ്ടാളുകളെ ഒരു മുസ്ലിം അംറുബിന് ഉമയ്യത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം കൊന്നു. അയാൾ അബദ്ധവശാൽ കൊന്നതാണ്. അബദ്ധവശാൽ കൊന്നാൽ പിന്നെ അവിടെ നഷ്ടപരിഹാരം നൽകാനുള്ളതാണ് പ്രതിവിധി. അപ്പോൾ ഈ ബനു ആമിർ ഗോത്രത്തിന് ബനു നദീറുമായിട്ട് സഖ്യമുണ്ട്. എന്നാൽ അവർക്ക് ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകാന്നുള്ളത് അവിടെ മുസ്ലിങ്ങളെ കൊണ്ട് മാത്രം സാധിക്കില്ല. കാരണം മുസ്ലിങ്ങൾ അതിന് മാത്രം സാമ്പത്തിക ശേഷിയുള്ളവരൊന്നുമല്ല. ഖുർആൻ അനുസരിച്ചാണെങ്കിൽ യഹൂദന്മാർ കൂടി സഹായിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീർ ഗോത്ര നേതാക്കന്മാരെ കാണാൻ പോവുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരങ്ങോട്ട് വിളിച്ചു വരുത്തല്ല ചെയ്യണത്. നബിയുടെ വിനയത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണത്. അല്ലെങ്കിൽ അവരെ നേതാക്കന്മാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. അത് ചെയ്യുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി ബനു നദീറിൻ്റെ ആസ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെന്തായിരുന്നു അവിടെ പ്രതികരണം? അവർ ഞങ്ങളിതിൽ പങ്കെടുക്കൂല എന്ന് പറഞ്ഞല്ല. അവരുടെ പ്രതികരണം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ സൗമ്യമായിട്ട് നല്ല നിലക്ക് പറഞ്ഞു, അബുൽ ഖാസിം. അവർ പറഞ്ഞതെങ്ങനെ? നഅം യാ അബുൽ ഖാസിം നുഈനുക അലാ മാ അഹ്ബബ്ത. അബുൽ ഖാസിം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്നല്ല. അവിടെ ജബ്ബാർ ഇവിടെ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അല്ല, അവിടെ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യുന്നത് അബുൽ ഖാസിം എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത കുട്ടിയുടെ പേര് ഖാസിം എന്നാണ്. ആ ഖാസിമിനോട് ചേർത്തിട്ടാണ് അബുൽ ഖാസിം, ഖാസിമിൻ്റെ ബാപ്പ എന്നുള്ള ആൾക്കാണ് എല്ലാവരും സംബോധന ചെയ്തിരുന്നത്. അത് അറബികളുടെ രീതിയാണ്. അപ്പോൾ അതനുസരിച്ചാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നഅം യാ അബുൽ ഖാസിം, അതെ അബുൽ ഖാസിം, നുഈനുക അലാ മഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ താങ്കളെ സഹായിക്കാൻ തയ്യാറാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മനസ്സിലാക്കണം? സ്വാഭാവികമായും ഒരു സാമാന്യ ബുദ്ധി അംഗീകരിക്കുക. അവർ വളരെ സൗഹൃദത്തിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാവുന്നവരായിട്ടല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിൽ കലിപ്പോ അല്ലെങ്കിൽ നബിയോട് വിദ്വേഷമോ നബിയെ അപായപ്പെടുത്താനുള്ള ശ്രമമോ ഒന്നുമില്ല. നബിയായിട്ട് വളരെ സൗഹൃദത്തിലായിരുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വാക്ക് അവർ പറഞ്ഞു, താങ്കൾ ഇഷ്ടപ്പെടുന്നത് പോലെ ഞങ്ങൾ താങ്കളെ സഹായിക്കാം. പിന്നീട് അവർ ചെയ്ത എന്താണ്? അതും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ ഖലാ ബഅ്ദുഹും ബിബഅദ്, പിന്നെ അവർ തമ്മിൽ സ്വകാര്യം പറഞ്ഞു. ഈ ബനു നദീർ ഗോത്രത്തിലെ നേതാക്കന്മാർ തമ്മിൽ കുശുകുശുക്കാണ്. എന്താണ് അവർ പറഞ്ഞത്? ഖാലു ഇന്നക്കും ലൻ തജിദുർ റജുല അലാ മിസ്ലി ഹാലിഹി ഹാദിഹി, ഈ മനുഷ്യനെ ഇങ്ങനെയുള്ളൊരു വളരെ സൗകര്യത്തിന് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ മനുഷ്യൻ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്ര സൗകര്യത്തിൽ ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതുവരെ തമ്മിൽ കുശുകുശുമ്പോൾ നബിയാണ് ഉള്ളത്.
റസൂലുള്ളാഹി ഇലാ ജംബി ജിദാരി മിൻ ബുയൂത്തിഹിം ഖായിദുൻ. അവരുടെ ഒരു വീടിൻ്റെ ചാരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമരിനോട് ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ചുമരിനോട് ചേർന്നാണ് ഇരിക്കുന്നത്, ചുമരിൽ നിന്ന് അകന്നിട്ടല്ല. എന്നിട്ട് അപ്പോൾ ഈ ഘട്ടത്തിലാണ് അവർ ഈ മനുഷ്യനെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്ര സൗകര്യത്തിന് എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞത്. എന്നിട്ട് അവർ ചോദിക്കുന്നത് ഫമൻ റജുലുൻ യഅലു അലാ ഹാദൽ ബൈത്തി ഫയുൽഖി അലൈഹി സഖറത്തൻ വയുരീഹുനാ മിൻഹു. ഈ വീടിൻ്റെ ചുമരിൽ കയറിയിട്ട് മുഹമ്മദിൻ്റെ തലയിലേക്ക് ഒരു പാറക്കല്ലെടുത്തിട്ടിട്ട് മുഹമ്മദിനെ കൊന്ന് മുഹമ്മദിൽ നിന്ന് നമ്മൾക്ക് രക്ഷ നൽകാൻ ആരാണുള്ളതെന്ന് അവരെ കൂട്ടത്തിൽ അവരോട് ചോദിക്കുകയാണ് സ്വകാര്യമായിട്ട്. അപ്പോൾ ഫന്തദബലിദാലിക അംറുബിനു ജഹാഷ് ബിൻ കഅബ്. അംറുബിന് ജഹാഷ് ബിൻ കഅബ് എന്ന് പറയുന്ന ദുഷ്ടൻ അതിന് തയ്യാറായി. അങ്ങനെ ഫസഇദ ലിയുൽഖിയ അലൈഹി സഖറത്തൻ. നബിൻ്റെ തലയിൽ ഒരു പാറക്കല്ല് എടുത്തിടാൻ വേണ്ടി ഇയാൾ ആ ചുമരിൻ്റെ മുകളിലേക്ക് കയറി പോവാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വിവരം കൊടുക്കുകയാണ്. അപ്പോൾ വിവരം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇതാണ് സംഭവം. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി തങ്ങളെ സമീപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയിട്ട് അതിനുള്ള കരുക്കളൊരുക്കുന്ന ശ്രമത്തിലാണ് നബിയോട് നല്ല വാക്ക് പറഞ്ഞിട്ട്, മധുര വാക്ക് പറഞ്ഞിട്ട് നബിയെ അവിടെ ഇരുത്തിയിട്ട് നബിയെ കൊല്ലാനുള്ള ശ്രമത്തിലാണ് ബനു നദീർ ഗോത്രം ഏർപ്പെട്ടിട്ടുള്ളത്. ഇത് ചിലപ്പോൾ ചോദിക്കാം, ഇത് നേതാക്കന്മാർക്കല്ലേ ഈ പങ്കുള്ളൂ? നേതാക്കന്മാർക്ക് മാത്രമല്ല പങ്ക്. നേതാക്കന്മാർ ചെയ്യുന്ന ഏത് തോന്നിവാസവും ഏത് അതിക്രമവും അനീതിയും അംഗീകരിക്കുകയും അതിനൊക്കെ പിൻബലം നൽകുകയും ചെയ്യുന്നൊരു സമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ തന്നെ ആ കാലഘട്ടത്തിലെ സമൂഹങ്ങൾ അങ്ങനെയാണ്. ജൂതന്മാർ പ്രത്യേകിച്ചും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയെങ്കിലും കൊന്നു കിട്ടണം എന്നുള്ളതാണ് അവർക്കുള്ളത്. അതിനു വേണ്ടിയുള്ള സൂത്രപ്പണികളിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രക്ഷപ്പെട്ടു. മറ്റുള്ളവരോട് നബി അത് പറഞ്ഞിട്ടില്ല പോകുമ്പോൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി വരുന്നത് എവിടെ പോയി, നബിനെ കാണുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ അന്വേഷിച്ച് അവരെല്ലാവരും അവിടുന്ന് പോന്ന്. അപ്പോൾ മദീനയിൽ നിന്ന് ഇവർ ബനു നദീർ താമസിക്കുന്ന പ്രദേശത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഇയാളോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വഴിക്കാണെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയിട്ടുണ്ടല്ലോ എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് ഇവർക്ക് വിവരം കിട്ടിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി അവരും പിന്നാലെ പോയി നബീൻ്റെ അടുത്തെത്തി. അങ്ങനെ നബിയുടെ അടുത്തെത്തിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വിവരം പറയുന്നത്. അപ്പോൾ ഈ സംഘത്തിലുള്ള ആളുകളോട് പറയാതെ നബി എന്തുകൊണ്ട് പോയി എന്നൊരു ചോദ്യമുണ്ട്. സംഘത്തിലുള്ള ആളുകളെ കൊല്ലാന്നുള്ള അവരുടെ ഉദ്ദേശമല്ല, നബിയെ കൊല്ലാന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാന്നുള്ളതേ പിന്നെ അവിടെ പറ്റുള്ളൂ. എല്ലാവരോടും പറഞ്ഞു പോകാനുള്ള നിൽക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വേഗം രക്ഷപ്പെടുന്നു. മറ്റുള്ളവരെ അവർ കൊല്ലില്ലാന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരെ കൊന്നിട്ട് അവർക്ക് കാര്യമൊന്നുമില്ല, നബിനാണല്ലോ കൊല്ലേണ്ടത്. കാരണം നബിനെ കൊന്നെങ്കിലേ അവർക്ക് രക്ഷപ്പെടാനാവുള്ളൂ. അബൂബക്കർ ഉമർ പോലുള്ള ആരെങ്കിലും നബിൻ്റെ കൂടെയുള്ള ആരെങ്കിലും കൊന്നുകൊണ്ട് അവർക്ക് രക്ഷമൊന്നുമില്ല എന്ന് മാത്രമല്ല, അതവർക്ക് കൂടുതൽ കെണിയൊരുക്കുക ചെയ്യാം. അതുകൊണ്ട് നബിയെ കൊല്ലാനുള്ള ശ്രമത്തിലാണ്, ഗൂഢാലോചനയിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത്. അതിന് തന്ത്രം മെനയണതിൻ്റെ ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് വിവരം കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവർ നബീൻ്റെ പിന്നാലെ നബിനെ അന്വേഷിച്ച് ചെന്നപ്പോൾ ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ കരാറ് ലംഘനം ആരാ നടത്തിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ അതോ ജൂതന്മാരാണോ? ഇതാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് നേരത്തെ ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്. ആ കരാറനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ അടുത്ത് പോയിട്ട് ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് രക്തധനം നൽകാൻ വേണ്ടി, നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലുന്നത്.
അങ്ങനെ സഹായം ചോദിച്ചു ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശ്രമിച്ചതിന് നമ്മളെ ജബ്ബാർ വളരെ സന്തോഷത്തിലാണ്. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നു കിട്ടിയിരുന്നെങ്കിൽ ഈ ഇസ്ലാമിൽ നിന്നുള്ള ഒരു അടങ്ങേറും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് ജബ്ബാർ നേരത്തെ തന്നെ മക്കയിലെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞിട്ടുള്ളത്. അത് ഇവിടെയും ജബ്ബാറിനെ അല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ എന്നാണ് ഇപ്പോഴും ജബ്ബാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പൂതിയും വെച്ച് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കാം, എങ്ങനെങ്കിലും ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജബ്ബാർ പറഞ്ഞല്ലോ, ലോകത്ത് കലാപം അല്ലെങ്കിൽ നാശം കുഴപ്പങ്ങളൊക്കെ അവസാനിക്കാനുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇസ്ലാമിനെ നിരോധിക്കാൻ. മനപ്പായസം അങ്ങനെ പിന്നെ ഉണ്ട് കടന്നുറങ്ങാം ജബ്ബാറിന്. ഇത് നടക്കാൻ പോണ സംഗതിയാണോ എന്നൊന്നും മൂപ്പർക്ക് ചിന്തിക്കേണ്ടതില്ല. കാരണം മൂപ്പര് യുക്തിവാദിയാണ്. യുക്തിവാദികൾക്ക് വാദമേ ഉണ്ടാവുള്ളൂ, യുക്തി ഉണ്ടാവില്ല. തലച്ചോറ് കൊടുത്ത് അവർ ചിന്തിക്കൂലല്ലോ. അങ്ങനെ ഒരു ഗുണം അവർക്കുണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് കരാർ ലംഘിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ അതോ ജൂതന്മാരാണോ? എന്നിട്ടാണ് ഉളുപ്പില്ലാതെ ജബ്ബാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാർ ലംഘിച്ചു. അപ്പോൾ ഇത്രക്ക് പിന്നെ ദുഷ്ടബുദ്ധിയും ഉളുപ്പില്ലാത്തവനുമാണ് ഈ ജബ്ബാർ എന്നുള്ളത് ഓരോ ദിവസത്തെയും ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള ഞഞ്ഞമ്മിഞ്ഞ പറച്ചിലിൽ നിന്ന് വെളിവായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലോകത്തിനത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളൊരു ഗുണം ഇതിലുണ്ട് എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് ജബ്ബാർ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയാൽ ജബ്ബാറിന് നിന്ന് അത്രയേ ഉള്ളൂ.